പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി എന്ന ചാപ്റ്ററിലെ കവിതയുടെ വരികൾ കണ്ടെത്താൻ ആശയം നോക്കിയിട്ട് കവിതയുടെ വരികൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത് എന്ന ക്വസ്റ്റ്യൻ നോക്കാം. ഇത് എക്സാമിന് സാധാരണയായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ തന്നിരിക്കുന്നത് കിസാൻ അപ്പനി ജിന്ദഗി വ്യതിത് കർക്കെ ഗേത്ത് മേ സമൃദ്ധി കാ സ്വപ്ന ദേഖ്താ ഹെ. കർഷകൻ തൻ്റെ ജീവിതം ചിലവഴിച്ചുകൊണ്ട് വയലില് സമൃദ്ധിയുടെ സ്വപ്നം കാണുന്നു. ഈ അർത്ഥം വരുന്ന വരി ഏതാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. ഇനി രണ്ടാമത്തത്, കിസാൻ കടി മെഹനത്ത് സേ ഗേത്ത് കോ സദാ ഉർവർ ബനാത്താ ഹെ ഔർ സ്വയം ജീവിത് രഹ്താ ഹെ. അതായത് കർഷകൻ കഠിനാധ്വാനം ചെയ്തിട്ട് വയലിനെ എപ്പോഴും ജീവനുള്ളതാക്കി നിർത്തുന്നു. അതിൻ്റെ കൂടെ കർഷകനും എന്ത് ചെയ്യുന്നു? സ്വയം ജീവിക്കുന്നു. ഈ അർത്ഥം വരുന്ന വരി ഏതാണ്? ഇത് രണ്ടുമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇത് നിങ്ങളുടെ കവിതയിലുണ്ട്. നിങ്ങൾക്ക് എക്സാമിന് വരുന്ന സമയത്ത് ആ വരികളോട് കൂടിയിട്ട് നിങ്ങൾക്ക് കവിത തരും. കവിതയിലെ ആ വരികൾ മാത്രമല്ല, അതിന് മുമ്പുള്ള കുറച്ച് വരികളുണ്ടാവും, അതിന് ശേഷമുള്ള കുറച്ച് വരികളും ഉണ്ടാവും. എന്നിട്ട് നിങ്ങൾ അതിൽ നിന്നും ആ ലൈൻ ഏതാണോ അതാണ് കണ്ടെത്തേണ്ടത്. മനസ്സിലായോ? അതായത് ഇതിൻ്റെ ഇതേ മീനിങ് വരുന്ന ലൈനുകൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും, നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, 2 ലൈന് കണ്ടെത്താൻ 4 അല്ലെങ്കിൽ 6 ലൈന് നിങ്ങൾക്ക് തരും. അതൊന്ന് നിങ്ങൾ കണ്ടെത്താം. അപ്പോൾ നോക്കാം അതിൻ്റെ ആൻസർ. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. ഫസ്റ്റ് ഒന്നാമത്തെ ആൻസർ ഇതാണ്. ഇവിടെ നമ്പർ ഇട്ടിട്ടുണ്ട് 1. ഒന്നാമത്തെ ആൻസർ ഗപ്പാ രഹാ ഹെ ജീവൻ അപ്പന ദേഖ് രഹാ ഹെ മിട്ടി മേം സോനെ കാ സപ്പന. കണ്ടോ? ഗപ്പാ രഹാ ഹെ ജീവൻ അപ്പന ദേഖ് രഹാ ഹെ മിട്ടി മേ സോനെ കാ സപ്പന. മണ്ണിൽ സ്വർണം വിളയുന്ന സ്വപ്നം കാണുന്നു. നേരത്തെ പറഞ്ഞ ആശയം വരുന്ന വരിയാണത്, ഒന്നാമത്തെ വരി. ഇനി രണ്ടാമത്തത് ഏതാണെന്ന് നോക്കാം. രണ്ടാമത്തത് ഇതാണ്, അപ്പനെ തനിക്ക് ഗാദ് മിലാക്കർ. അപ്പനെ തനിക്ക് ഗാദ് മിലാക്കർ എന്ന് പറഞ്ഞാല് വളരെ അധികം പരിശ്രമം ചെയ്തിട്ട്, കഠിനാധ്വാനം ചെയ്തിട്ട്, കഠിൻ മെഹനത്തി, കഠിന പ്രയത്നം ചെയ്തിട്ട്, മിട്ടി കോ ജീവിത് രഖ്താ ഹെ മണ്ണിനെ ജീവനുള്ളതാക്കുന്നു, ഗുദ് ജീത്താ ഹെ എന്നിട്ട് സ്വയം ജീവിക്കുന്നു. ഈ മീനിങ് വരുന്നതാണ്. നേരത്തെ അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് അവിടെ ആ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ആദ്യം വായിച്ചതാണത്. അതിൻ്റെ ആൻസറാണ് അപ്പനെ തനിക്ക് ഗാദ് മിലാക്കർ മിട്ടി കോ ജീവിത് രഖ്താ ഹെ ഗുദ് ജീത്താ ഹെ. ഇതും തന്നെ പിന്നെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ അപ്പനെ തനിക്ക് ഗാദ് മിലാന. കണ്ടോ? അപ്പനെ തനിക്ക് ഗാദ് മിലാന മത്ലബ് ക്യാ ഹെ ചോദിക്കും. അപ്പനെ തനിക്ക് ഗാദ് മിലാന എന്നതിൻ്റെ അർത്ഥം എന്താണ് എന്നൊരു ക്വസ്റ്റ്യനും കൂടെ വരാൻ സാധ്യതയുണ്ട്. അപ്പം അതിൻ്റെ ആൻസർ ആയിട്ട് എന്താണ് എഴുതുക? അത്യധിക പരിശ്രമം കർക്കെ, അല്ലെ? വളരെയധികം പരിശ്രമിച്ചിട്ട്, കഠിൻ മെഹനത്തി സേ, അതാണ് എൻ്റെ ആൻസർ വരിക. നിങ്ങൾക്ക് മീനിങ് തന്ന ഭാഗം ഉണ്ടല്ലോ, മീനിങ് തന്ന ഭാഗത്ത് ഇതിൻ്റെ മത്ലബ് ഉണ്ട്, ഇതിൻ്റെ അർത്ഥമുണ്ട്. അപ്പനെ തനിക്ക് ഗാദ് മിലാക്കർ ഇങ്ങനെ തന്നെ തന്നിട്ട് അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ മീനിങ് തന്ന ഭാഗത്തുണ്ട്. അത് നോക്കിയിട്ട് പഠിക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലേഖനം എഴുതാനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട് നിങ്ങൾക്ക്. ലേഖനം എഴുതാൻ നിങ്ങൾക്കൊരു ലേഖനം എഴുതാനുള്ള ക്വസ്റ്റ്യൻ വരുന്നത് ലാസ്റ്റിൽ. കവിതയുടെ ടിപ്പണി നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് കാണാം. നമ്മൾ ക്ലാസ്സിൽ വർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ, നമ്മളുടെ പാഠത്തിലെ വർക്കൊക്കെ കൊടുത്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, അതിലുണ്ട് കവിതയുടെ ആശയം. ഇനി സഫലതാ കെ ലിയെ പരിശ്രം की आवश्यकता है निम्नलिखित बिंदुओं पर चर्चा करें और लेख लिखिए. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സഫലതാ കെ ലിയെ പരിശ്രം ആവശ്യകത ഹെ. നമ്മളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് എന്ത് വേണം? പരിശ്രമിക്കണം,
പരിശ്രമം ആവശ്യമാണ്. നമ്മൾ നന്നായിട്ട് കഠിന പരിശ്രമം ചെയ്താൽ മാത്രമേ നമുക്ക് വിജയം നേടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അതിൽ നിങ്ങളോട് ആ വിഷയത്തിന് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? ലേഖനം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള ബിന്ദുവാണ് ഇവിടെ തന്നിരിക്കുന്നത്. ജീവൻമേ സഫലത പ്രാപ്ത് കർണ, ജീവിതത്തിൽ വിജയം പ്രാപ്തമാക്കുക. ഹാർ ദഖാൻ കാ സാമന കർണ, संघर्ष भरे जीवन में आगे बढ़ते जाना, परिश्रम का महत्व पहचानना, समाज और देश के विकास में परिश्रम का योगदान. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതുന്ന ലേഖനത്തിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് നോക്കാം ആ ലേഖനം എങ്ങനെയാണ് എഴുതിയത് എന്ന് നോക്കാം. പരിശ്രം ഹി സഫലത കാ ആധാർ ഹെ, പരിശ്രമമാണ് സഫലതയുടെ അടിസ്ഥാനം. जीवन में सफल होने के लिए परिश्रम की आवश्यकता होती है. जीवन में हमें कई कठिन परिस्थितियों का सामना करना पड़ता है. कभी कभी हमें हार का सामना भी करना पड़ता है, परंतु परिश्रमी व्यक्ति धक्के बिना हमेशा आगे बढ़ता जाता है. परिश्रम करने से संघर्ष कम होता है. समाज और देश के विकास में परिश्रम का योगदान रहता है. जीवन में परिश्रम का महत्व बहुत अधिक होता है. ഇതാണ് അതിൻ്റെ ആൻസർ. ഇതിങ്ങനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? കാണാതെ പഠിക്കാം. ഇത് ലേഖനമാണ്, അപ്പോൾ അതങ്ങനെ തന്നെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. जीवन में सफल होने के लिए परिश्रम की आवश्यकता होती है. ജീവിതത്തിൽ വിജയം നേടണമെങ്കിൽ പരിശ്രമം ആവശ്യമാണ്. जीवन में हमें कई कठिन परिस्थितियों का सामना करना पड़ता है. ജീവിതത്തിൽ നമുക്ക് പല പ്രയാസകരമായിട്ടുള്ള പരിസ്ഥിതികളെയും തരണം ചെയ്യേണ്ടതായിട്ട് വരുന്നു. कभी कभी हमें हार का सामना भी करना पड़ता है. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പരാജയവും നേരിടേണ്ടതായിട്ട് വരുന്നു. परंतु परिश्रमी व्यक्ति धक्के बिना हमेशा आगे बढ़ता जाता है. എന്നാൽ പരിശ്രമിയായിട്ടുള്ള ഒരു വ്യക്തി ക്ഷീണിതനാവാതെ എപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. പരിശ്രം करने से संघर्ष कम होता है. പരിശ്രമത്തിലൂടെ സംഘർഷം കുറയ്ക്കാൻ സാധിക്കുന്നു. समाज और देश के विकास में परिश्रम का योगदान रहता है. സമൂഹത്തിന്റെയും ദേശത്തിന്റെയും വികാസത്തിന് പരിശ്രമം ആവശ്യമാണ്. जीवन में परिश्रम का महत्व बहुत अधिक होता है. ജീവിതത്തിൽ പരിശ്രമത്തിന്റെ മഹത്വം വളരെ വലുതാണ്. ഇതാണ് നമുക്ക് എഴുതാനുള്ള ലേഖനം. ഇത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പരിശ്രം ഹി സഫലത കാ ആധാർ ഹേ എന്നാണ് നിങ്ങൾ അതിന് ഹെഡിങ് കൊടുക്കേണ്ടത്. പിന്നെ ഇത് കാണാതെ പഠിച്ചിട്ട് എഴുതി വെക്കുക. ഓക്കെ, അപ്പം ഇനി ഈ ചാപ്റ്ററിലെ എക്സാമിന് വരാൻ സാധ്യതയുള്ള വൺ വേർഡ് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് വരികൾ കണ്ടെത്തിയിട്ട് എഴുതാൻ, ആശയം കണ്ടെത്തിയിട്ട് വരികൾ എഴുതാനൊക്കെ വരുമല്ലോ. അങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ നിങ്ങൾക്ക് വേറെ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്.